ലബു, നമ്മുടെ 1001 രാവുകൾ എന്ന കഥയിലെ ബസ്രയിലെ ഹസന്റെ 6 ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇത് 7ാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തോടു കൂടി നമ്മുടെ ബസ്രയിലെ ഹസൻ എന്ന കഥ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 7ാമത്തെ ഭാഗം കേൾക്കുന്നതിന് മുമ്പ് 6 ഭാഗങ്ങളും തുടർച്ചയായി നിങ്ങൾ കേട്ടാൽ മാത്രമേ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് 7ാമത്തെ ഭാഗം തുടങ്ങാം അല്ലെ. അന്ന് എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഹസനെ ആ രാക്ഷസ കുമാരി ഒരു തത്തയുടെ പോലെ ഒരു വലിയൊരു കൂടുണ്ടാക്കിയിട്ട് ആ കൂട്ടിൽ ഇങ്ങനെ കൊളത്തി ഇട്ടു അല്ലെ. ഹസൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആ കൂട്ടിൽ പെട്ടു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? മോഹിനിയെയും കുട്ടികളെയും എങ്ങനെ കണ്ടെത്തും എന്നുള്ള രീതിയിൽ ഹസനാകെ വേവലാതിപ്പെടാതെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ രാക്ഷസ കുമാരി എന്ത് ചെയ്യും? ഹസന് വേണ്ട ഭക്ഷണം കൂട്ടിൽ കൊണ്ടു കൊടുക്കും, എന്നിട്ട് വെള്ളം കൊടുക്കും, പാട്ട് പാടാൻ വേണ്ടിയിട്ട് അടിക്കും. അപ്പൊ ഹസൻ കരയും. അപ്പൊ കുമാരി വിചാരിക്കും ഇത് പാട്ട് പാടുന്നതെന്ന് വിചാരിച്ചിട്ട് കൈമുട്ടി പൊട്ടിച്ചിരിക്കും. അങ്ങനെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹസന് മനസ്സിലായി ഇനി ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ്. അപ്പൊ ഹസന് അന്നൊരു രോമം കൊടുത്തിരുന്നു അല്ലെ. ആ ഒരു മന്ത്രവാദി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ രോമം കത്തിച്ചാൽ മതി, ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. പക്ഷെ ആ രോമമൊക്കെ എവിടെയുള്ള ഇതിലുള്ള പോക്കറ്റിലുള്ള ആ ഡ്രസ്സൊക്കെ ഈ കുമാരി അലമാരയിൽ പൂട്ടിയിട്ടിട്ടുള്ള. അപ്പൊ പിന്നെ എങ്ങനെ ഈ കൂട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങിയാലല്ലേ അത് എടുക്കാൻ പറ്റുമോ? എത്ര പറഞ്ഞിട്ടും ഹസന്റെ ഭാഷ ഈ രാക്ഷസ കുമാരിക്ക് മനസ്സിലാവുന്നില്ല. ഹസനപ്പം സങ്കടവും ദുഃഖവും ഭയമൊക്കെ കൊണ്ട് ആകെ ക്ഷീണിതനായി ഭക്ഷണമൊന്നും കഴിക്കാതെയായി. ഹസൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എത്ര അടി കിട്ടിയാലും കരയാതെയായി. അപ്പൊ ഈ രാക്ഷസകുമാരി വിചാരിച്ചു ഇതിനെന്തോ രോഗം വന്നു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇത് പാട്ട് പാടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിനൊന്ന് മരുന്നൊക്കെ പുരട്ടിയിട്ടൊന്ന് കുളിച്ചു കൊടുക്കാം. അങ്ങനെ കൂട് തുറന്ന് അത് ഹസനെടുത്ത് ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ എടുത്ത് അവിടെ നിലത്ത് വെച്ചു. വളരെ ചെറിയതാണ് ഹസൻ. അപ്പൊ കാണുന്നു ഈ രാക്ഷസകുമാരി ആ റൂം നിറയെ വലിയ വണ്ണാണ് അല്ലെ, നമ്മളത് പറഞ്ഞല്ലോ. അപ്പൊ ഈ കുമാരി എന്ത് ചെയ്തു? രാക്ഷസകുമാരി എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റൂമിന്റെ പുറത്തേക്ക് പോയ സമയത്ത് ഹസൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഇത് തുറന്നിട്ട് അവിടുന്ന് ആ മന്ത്രവാദി തന്ന ആ രോമം എടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കുപ്പായി എടുത്ത് ആ ജുബയുടെ പോക്കറ്റിൽ നിന്ന് 2 രോമം ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കത്തിച്ചു. കത്തിക്കലോട് കൂടിയിട്ട് ആ മന്ത്രവാദി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, ഹസ എന്ത് പറ്റി, എന്ത് വേണം? അപ്പോൾ ആ മന്ത്രവാദിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹസൻ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞാൻ ഇവിടെ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു. എന്നെ ഇപ്പൊ ആ രാക്ഷസകുമാരി ഇങ്ങനെ കൂട്ടിലിട്ട് പിട്ട് ഇതാ കൂട് കാണുന്നില്ലേ, ഇതിൻ്റെ അകത്താണ് എൻ്റെ ജീവിതം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയലോടുകൂടി ആ മന്ത്രവാദി ഹസന്റെ തലയിലേക്ക് കൈവച്ചിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലുകയും ഉടനടി അവർ വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും ചെയ്തു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തെത്തി. അപ്പൊ ഹസൻ ഇങ്ങനെ നോക്കുമ്പോൾ രാജകുമാരിയുടെ കൊട്ടാരയില്ല, റൂമില്ല, കൂടില്ല, ഒരു വിജനമായ സ്ഥലം. ഈ മന്ത്രവാദി മാത്രമേ ഉള്ളൂ. എന്നിട്ട് മന്ത്രവാദിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ മന്ത്രവാദി പറഞ്ഞു, സാർ ഇതൊരു പരീക്ഷണം മാത്രമാണ്, ഇനിയും ഇതിനേക്കാളേറെ കഷ്ടതകളായിരിക്കും നിനക്ക് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. ഇതിലും വലിയ പരീക്ഷണങ്ങളാണ് നിന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോ. നിന്നെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തുതരാം. ഹസൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോകില്ല. ഞാൻ മരിക്കേണ്ട വന്നാലും എൻ്റെ ഭാര്യ മോഹിനിയെയും എൻ്റെ 2 കുട്ടികളെയും കാണാതെ അവരെ കണ്ടെത്താതെ ഞാൻ തിരിച്ചു പോകില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, ഓക്കെ, നിന്റെ ഗതി അതാണെങ്കിൽ, നിന്റെ വിധി അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മന്ത്രം ചൊല്ലലോടുകൂടി അവിടെ നിന്ന് മന്ത്രവാദി അപ്രത്യക്ഷമാവുകയും ഹസൻ ഒരു വല്ലാത്തൊരു കടൽ തീരം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അവിടുന്ന് വീണ്ടും ഒരുപാട് പക്ഷികൾ ഇങ്ങനെ നേരത്തെ വന്നില്ലേ, അതിലും വലിയ പക്ഷികൾ അതേ ശബ്ദത്തോടെ വാക്ക് എന്ന് പറഞ്ഞ ശബ്ദത്തോടെ ഹസന്റെ മുമ്പിലേക്ക് പറന്നു വരാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ പക്ഷികൾ. ഹസൻ അവിടുന്ന് പേടിച്ചോടി. പക്ഷികൾ പറകത്തന്നെ ഓടി. ഹസൻ പേടിച്ചോടുമ്പോൾ ഒരു വലിയൊരു ഷെഡ് കണ്ടു.
ഒരു കുടിൽ പോലെയുള്ള ഒരു കുടിലേക്ക്, ആ ഷെഡിലേക്ക് ഹസൻ ഓടിക്കയറിയപ്പോൾ അവിടെ ഒരു കട്ടിൽ കണ്ടു. ആ കട്ടിൽ ഹസൻ ഓടി തളർന്നിട്ട് അവിടെ ആ കട്ടിലിൽ ഇരുന്നിട്ട് ഹസൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഹസൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ പരന്ന് കിടക്കുന്ന ഈ മണൽപ്പരപ്പിലൂടെ ഒരുപാട് പെണ്ണുങ്ങന്മാർ നടന്നു വരികയാണ്. ആയിരക്കണക്കിന് പെണ്ണുങ്ങന്മാർ നടന്നു വരികയാണ്. അവരൊക്കെ കുതിരപ്പുറത്താണ് വരുന്നത്. കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. പിന്നെ കുതിര നടന്നുകൊണ്ട് ആ കുതിരപ്പുറത്ത് കയറിയിട്ടാണ് അവർ വരുന്നത്. അതിൻ്റെ മുമ്പിൽ ഒരു കൊടിയും പിടിച്ചിട്ട് ഒരു പെണ്ണുങ്ങളുണ്ട്. മുഖപട ഒക്കെ മൂടുപടമൊക്കെ ധരിച്ചിട്ട് ഒരു സ്ത്രീയുണ്ട്. ഈ നടന്ന് വരുന്ന ഈ കുതിരകളെയും കൊണ്ട് ആ പടയാളികളെല്ലാം അങ്ങോട്ടേക്ക് മാറിപ്പോയി. ഈ സ്ത്രീ മാത്രം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഹസന്റെ ആ കുടിയിലേക്ക് വന്നു. മൂടുപടം മതി. അപ്പൊ ഹസൻ ഇങ്ങനെ തളർന്ന് അവിടെ കിടക്കുകയാണ്. ഹസൻ ആ സ്ത്രീ വന്നിട്ട് റൂമിലേക്ക് കയറുമ്പോൾ ഒരു പുരുഷനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് അട്ടഹസിച്ചുകൊണ്ട് ആ ഹസന്റെ അടുത്തേക്ക് വന്നു. ഹസൻ പേടിച്ചാകെ വർക്കാണ്. ആരാടാ നീ, എവിടുന്നാ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഹസൻ ഇങ്ങനെ കിടുകിടാ വർക്കാണ്. ഇപ്പൊ എന്റെ കഥ കഴിയും, ഈ പെണ്ണുങ്ങള് ഇപ്പൊ എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഹസൻ ഇങ്ങനെ പേടിച്ച് വർക്കുകയാണ്. ഹസൻ ആ പെണ്ണുങ്ങളെ കാലിലേക്ക് വീണു. കാല് പിടിച്ച് പൊട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വന്ന ആളല്ല, ഞാനൊരു പാവാണ്. എൻ്റെ ഭാര്യയും മക്കളെയും അന്വേഷിച്ചിട്ട് ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. എൻ്റെ കഥ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തയ്യാറാവണം. അപ്പൊ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, എന്താ നിന്റെ കഥ പറയും, നീ എവിടുന്ന? ഹസൻ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഹസന്റെ കഥ കേട്ടിട്ട് ആ പെണ്ണുങ്ങള് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പെണ്ണുങ്ങൾ പതുക്കെ മുഖപടലങ്ങ് മാറ്റി. ഹസൻ പേടിച്ച് ഞെട്ടിപ്പോയി. എന്താ കാരണം എന്ന് പറയാ, ആ പെണ്ണുങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ ആകെ കറുത്തിരുണ്ട് വിരൂപിയായ ഒരു പേടിപ്പെടുത്തുന്ന രൂപം. അപ്പൊ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, നീ പറയുന്ന കഥയൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഒരു കാര്യം, നീ അങ്ങനെ ഭാര്യയും മക്കളെ അന്വേഷിച്ചിട്ട് വന്നതാണെങ്കിലേ നിന്റെ ഭാര്യ ഈ കൂട്ടത്തിലുണ്ട് എന്നാണോ നീ പറയുന്നത്? അതെ, എൻ്റെ ഭാര്യ നിങ്ങൾ ഈ ഏതോ കൂട്ടത്തിലുണ്ട്, എനിക്ക് കാണണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന പടയാളികളൊക്കെ ഞാൻ നാളെ രാവിലെ അവർ മാർച്ച് നടത്തും. മാർച്ച് നടത്തും. ആ മാർച്ച് നടത്തുമ്പോൾ നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് നിർത്താം. നീ അവിടെ വന്നിട്ട് നിന്റെ ഭാര്യ അതിലുണ്ടോ, മോഹിനി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോയിക്കോളും. വലിയ ഉപകാരം, എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി എന്നുള്ള പറഞ്ഞത്. ഹസൻ അന്ന് രാത്രി ആരും കാണാതെ അവിടെ തങ്ങി. അതൊരു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണ്. അവിടെയാണ് ഇത് എത്തിപ്പെട്ടത്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി ഈ സ്ത്രീ പടയാളികളെല്ലാം ഒരുക്കി നിർത്തി. അവരോട് ആരോടും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പുരുഷൻ വന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം ഇവിടുത്തെ രാജകുമാരി എങ്ങാനും അറിഞ്ഞാൽ എന്ത് ചെയ്യും, ഉടനടി പെണ്ണുങ്ങളെ കഥ കഴിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒന്നും പറഞ്ഞില്ല. ഹസന് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തു. ഹസൻ ഒരു മറവിൽ പോയിരുന്നു. അവിടെ നിന്ന് ഓരോ പടയാളികളും ഇങ്ങനെ മാർച്ച് നടത്തി പോകുമ്പോൾ ഹസൻ ഓരോ മുഖത്തേക്ക് നോക്കി തൻ്റെ മോഹിനിയെ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള രീതി നോക്കുമ്പോൾ എല്ലാ സ്ത്രീയും അവിടെ നിന്ന് പോയെങ്കിലും ഹസന്റെ മോഹിനി മാത്രം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഹസൻ സങ്കടത്തോടെ വീണ്ടും ആ ഷെഡിലേക്ക് വന്നിട്ട് ഈ വൃദ്ധയോട് പറഞ്ഞു, എൻ്റെ മോഹിനി മാത്രം ആ കൂട്ടത്തിലില്ല. അപ്പോൾ ഉറപ്പാണ് നിന്റെ മോഹിനി ഈ ദ്വീപിലില്ല എന്ന് ഉറപ്പായില്ല, എന്നൊന്ന് തിരിച്ചു പോയിക്കോ. അല്ല, ഇനി രാജകുമാരി ഇല്ലേ, നിങ്ങൾ പറഞ്ഞ ആ രാജകുമാരി ആണെങ്കിലോ, ചിലപ്പോൾ എൻ്റെ മോഹിനി നിങ്ങൾ പറയുന്ന രാജകുമാരി ആണെങ്കിലോ? നീ എന്താ പറയുന്ന രാജകുമാരി ഇതുവരെ ഒരു പുരുഷനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ്. അവളെങ്ങാനും നിന്റെ കാര്യം അറിഞ്ഞാൽ നിന്നെ മാത്രമേ എന്നെയും കൊല്ലൂ. അതുകൊണ്ട് വേഗം തിരിച്ചു പോയിക്കോ. അല്ല, എനിക്കൊന്ന് രാജകുമാരിയെയും കൂടി കാണണമെന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ഇവരെ കാണിച്ചതുപോലെ കാണിക്കാനൊന്നും പറ്റില്ല. അവരങ്ങനെ പുറത്തൊന്നും ഇറങ്ങൂല. അല്ല, എനിക്ക് അവരൊന്ന് ജസ്റ്റ് അവരെ സമ്മതത്തോടെ കണ്ടാൽ മതി. അവരെ സമ്മതത്തോടെ കാണാനോ? നീ എന്താ പറയുന്നത്, നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എന്നെ ഒന്ന് കാണാനുള്ള ഏർപ്പാടാക്കണം. ഞാനല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്താ പറയാ, മരിച്ചു പോകും, മരണപ്പെട്ടു പോകും, എൻ്റെ വ്യസനം കൊണ്ട് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഹസന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇനി ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ എന്ന് കരുതിയിട്ട് ഈ പെണ്ണുങ്ങൾ രാജകുമാരൻ്റെ അടുത്തേക്ക് മുഖം കാണിക്കാൻ പോയി. രാജകുമാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, രാജകുമാരി, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പേടിയുണ്ട് നിങ്ങളോട് പറയാൻ. ഈ ദ്വീപിൽ ഇങ്ങനെ ഒരു പുരുഷൻ വന്നിട്ടുണ്ട്, ഹസൻ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഭാര്യ എവിടത്തോ ഒളിച്ചു പോയത്രേ, പാറിപ്പോയത്രേ. അത് ഈ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട്
നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അവര്. ഒന്ന് കണ്ടോട്ടെ. അപ്പാട് ആ രാജകുമാരിയുടെ പേര് നൂറുൽ ഹുദ എന്നാണ്. നൂറുൽ ഹുദ രാജകുമാരി ചാടി എഴുന്നേറ്റു. കിളവി, എല്ലാ കിളവി, നീ എന്താ പറയുന്നേ? ഒരു പുരുഷൻ ഈ ദ്വീപിൽ വന്നിട്ടുണ്ടെന്നോ? നിന്റെ കഥ ഇപ്പൊ ഞാൻ കഴിച്ചത് തന്നെ. നീ പെട്ടെന്ന് പോയി ആ പുരുഷനെ കൂട്ടിയിട്ട് വാ, അയാളെ കൂട്ടിയിട്ട് വന്നോ. അപ്പാടി പെണ്ണുങ്ങൾക്ക് ആകെ പേടിയായി. പടച്ചോനെ, ഏതോ എവിടുന്നോ വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ മരിക്കാൻ പോകുന്നു. എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഞാൻ എന്തിനാ ഈ പരിപാടിക്ക് നിന്ന് പോയെ എന്നുള്ള കരുതിയിൽ സങ്കടത്തോട് അസൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അസ, നിന്റെ കാര്യം പോക്ക, എൻ്റെ കാര്യം പോക്ക, നമ്മളെ രണ്ടാളും ഇന്ന് കൊല്ലും, എന്താ ചെയ്യാ, ഇങ്ങനെയാണല്ലോ, മരിക്കാനാണല്ലോ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് അസനെ കൂട്ടിയിട്ട് ഈ നൂറുൽ ഹുദായുടെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പൊ നൂറുൽ ഹുദ അങ്ങനെ മൂടുപടലൊക്കെ ഇട്ടിട്ട് കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അസൻ നൂറുൽ ഹുദായുടെ മുമ്പിലേക്ക് ഹാജരാക്കി അസനെ. എന്നിട്ട് നൂറുൽ ഹുദ ചോദിച്ചു, നീ ആരാണ്, എവിടെന്നാ വരുന്നേ? നൂറുൽ ഹുദായോട് അസൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിന്റെ ഭാര്യ ഈ ദ്വീപിലുണ്ടെന്നോ? നീ എന്താ പറയുന്നത്? ഒരു പുരുഷന്മാരും വരാത്ത ദ്വീപാണിത്, നീയാണ് ആദ്യമായിട്ട് വന്ന പുരുഷൻ, അതുകൊണ്ട് നിന്നെ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ അസൻ പറഞ്ഞു, എന്നെ കൊന്നാലും ശരി, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കാണാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. മരണമാണ് എനിക്ക് വിധിച്ചതെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നൂറുൽ ഹുദ പറഞ്ഞു, പിന്നെ നിനക്ക് ഞാനാണ് നിന്റെ ഭാര്യ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല. ഇതാ നോക്ക്, ഞാനാണോ നിന്റെ ഭാര്യ എന്ന് ചോദിച്ചിട്ട് നൂറുൽ ഹുദ മൂടുപടങ്ങ് മാറ്റി. അച്ഛൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. തൻ്റെ മോഹിനിയെ പോലെ അതേപോലെയുള്ള ഒരു പെണ്ണ്, ഇതന്നെയല്ലേ എൻ്റെ മോഹിനി. പക്ഷെ അച്ഛന് മനസ്സിലായി ഇത് തൻ്റെ മോഹിനിയല്ല, അതേപോലത്തെ ഒരു പെണ്ണ്. നിങ്ങൾ രാജകുമാരി, നിങ്ങളെപ്പോലെയുള്ള അതേ മുഖത്തോട് കൂടിയിട്ടുള്ളതാണ് എൻ്റെ ഭാര്യ, പക്ഷെ നിങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ നൂറുൽ ഹുദക്ക് ദേഷ്യം വന്നു. പിന്നെ ആരാണ് നിന്റെ ഭാര്യ എന്ന്. അപ്പൊ നൂറുൽ ഹുദ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും, ചിലപ്പോ ഈ നൂറുൽ ഹുദ എന്ന് പറഞ്ഞ ഇവക്ക് നൂറുൽ ഹുദയെ കൂടാതെ 6 അനിയത്തിമാർ കൂടിയുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കോ ഇയാളുടെ ഭാര്യ എന്ന് ആർക്ക് തോന്നി? ഈ നൂറുൽ ഹുദയുടെ മനസ്സിൽ തോന്നി. പക്ഷെ തുറന്നു പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനല്ലാന്ന് നിനക്ക് ഉറപ്പായില്ലേ, നിന്നെ ഞാൻ ഇവിടുന്ന് കൊല്ലാൻ വേണ്ടി പോവാന്നുള്ള തീരുമാനത്തിൽ ആയിരുന്നു നൂറുൽ ഹുദ നിന്നു. എന്നിരുന്നാൽ ഇവനെ കൊല്ലുന്നതിന് മുമ്പ് അറിയണം ഇവന്റെ ഭാര്യ ആരാണെന്ന്. എൻ്റെ അനിയത്തിമാരിൽ 6 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം അവൾക്കും ഇവൻക്കും വധശിക്ഷ വിധിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 6 രാജകുമാരിമാർക്കും കത്തെഴുതി. 6 രാജകുമാരിമാർക്ക് കത്തെഴുതി എത്രയും പെട്ടെന്ന് എൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തണം. ഈ കാര്യമൊന്നും പറഞ്ഞില്ല. നൂറുൽ ഹുദയുടെ കത്ത് ആർക്കും കിട്ടി? ഈ 5 പേർക്കും കിട്ടി. കൂട്ടത്തില് ഏറ്റവും ഇളയ പെൺകുട്ടിക്കും കിട്ടി. ഏറ്റവും ഇളയ പെൺകുട്ടി ഈ ബാപ്പായുടെ കൂടെയാണ്, അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ കത്ത് കൊണ്ട് പരിചാരകര് രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പിന്നെ രാജാവിനോട് പറഞ്ഞു, നൂറുൽ ഹുദയുടെ ലെറ്റർ ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ മക്കളെ എല്ലാവരെയും അവരുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി, അതുകൊണ്ട് ഇളയ മകളെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇളയ മകളെ വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഞാനും പോട്ടെ, ഇത്താത്താനെ കുറെ കാലമായി കാണാത്തത്, ഞാനും പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞു, മോളെ നീ പോകരുത്, കാരണം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ കടൽ തീരത്തോടു കൂടി നടക്കുമ്പോൾ എനിക്ക് 7 രത്നങ്ങൾ കിട്ടി, അമൂല്യങ്ങളായ 7 രത്നങ്ങൾ കിട്ടി. അതിൽ ഏറ്റവും തിളക്കമുള്ള രത്നം 7ാമത്തെ രത്നത്തിനാണ്. അത് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ പ്രകാശം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അതൊരു പക്ഷി വന്നിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അതോടുകൂടി എൻ്റെ ഉറക്കം ഞെട്ടിയെന്ന് പറഞ്ഞു. അത് ഞാൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകളോട് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ആ 7 രത്നങ്ങൾ രാജാവിൻ്റെ 7 മക്കളാണ്. അതിൽ ഏറ്റവും ചെറിയ രത്നം എന്നുള്ളത് എന്താണ്? ഈ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ഏറ്റവും ചെറിയ രക്തം, ഏറ്റവും ഇളയ രത്നം എന്ന് പറയുന്നത് ഇളയ പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട പോകും എന്നാണ് ആ സ്വപ്നം കണ്ടതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അവളെ അതുകൊണ്ട് നീ എവിടെയും പോകരുത്, നിന്നെ ഞാൻ വിടൂല എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ മോഹിനിയാണ് ആ കുട്ടി. ആരാണെന്നറിയോ? മോഹിനിയാണ് ആ കുട്ടി, മനസ്സിലായില്ലേ? ആ മോഹിനിയാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ മോഹിനി പറഞ്ഞു, ബാപ്പ ഒരു തവണ ഞാൻ നിങ്ങളെ അനുസരിക്കാതെ ഇങ്ങനെ പറന്നുപോയി, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നില്ലേ, അതേപോലെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല
എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്നെ വിടണം, ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ബാപ്പ സമ്മതത്തോടെ മനസ്സോടെ വിട്ടു. അങ്ങനെ ഒരുപാട് പരിചാരകരും അനുയായികളായിട്ട് ഈ മോഹിനിയും നൂറുൽ ഹുദായുടെ കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ ഹസനെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കി. ഈ 6 അനിയത്തിമാരെ ഹാജരാക്കി. ഓരോ പെൺകുട്ടിയും മൂടുപടലം മാറ്റിയിട്ട് ഹസനോട് ചോദിച്ചു, ഇതാണോ നിന്റെ ഭാര്യ? ഹസൻ നോക്കിയിട്ട് പറഞ്ഞു, ഏകദേശം ഇതേപോലെ തന്നെ, പക്ഷെ ഇതല്ല. അങ്ങനെ അടുത്ത ആളെ ഹാജരാക്കി, നോക്കിയിട്ട് അതേപോലെ തന്നെ, പക്ഷെ അതല്ല. തൊട്ടടുത്ത മൂന്നാമത്തെ, അങ്ങനെ 3, 4, 5 ഇങ്ങനെ ഓരോരുത്തരും നോക്കിയിട്ടും ഹസൻ പറയും ഏകദേശം ഇതേപോലെ തന്നെ, പക്ഷെ ഇതല്ല. 6ാമത്തവൾ മോഹിനിയുടെ ഏറ്റവും ഇളയ പെൺകുട്ടിയുടെ മൂടുപടലം മാറ്റിയപ്പോൾ ഹസൻ ആർത്തലച്ച് ബോധം കെട്ട് വീണ്. എന്നിട്ട് ആകെ മോഹൻലാസപ്പെട്ട് അട്ടഹസിച്ച് എഴുന്നേറ്റിട്ട് മോഹിനിയെ പോയി കെട്ടിപ്പിടിച്ചു. മോഹിനി ഹസനെ കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ട്, ഹസൻ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ച് മോഹിനിയും ഹസനെ കെട്ടിപ്പിടിച്ചു. ഹസൻ അപ്പൊ ആകെ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുകയാണ് ഹസന്റെ. അപ്പൊ നൂറുൽ ഇതൊക്കെ മനസ്സിലായി, ഇവളാണ് നമ്മുടെ ഈ പിന്നെ ദ്വീപിനെ അലങ്കോലപ്പെടുത്തിയത്, കളങ്കപ്പെടുത്തിയത്. അതുകൊണ്ട് ഇവക്കും ഇവനും ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് ഹസൻ എന്ത് ചെയ്തെന്നറിയോ? പട്ടാളക്കാരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കടൽക്കരക്കേക്ക് കൊണ്ടുപോയിട്ട് എറിയുക. ഹസനെ കാലും കൈയും കെട്ടിയിട്ടിട്ട് കടൽക്കരക്കേക്ക് കൊണ്ടുപോയി എറിഞ്ഞു. ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ഉപ്പാക്ക് കത്തെഴുതി നൂറുൽ ഹുദ. ഇങ്ങനെ നൂറുൽ ഹുദ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ ഒരു ഹസനുമായിട്ട് ഒളിച്ചോടിയിരുന്നു അന്ന്. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ കൊടുക്കേണ്ടത് എന്താണ് എന്ന് ഉപ്പ പറയണം. ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീരുമാനിക്കും ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ തിരിച്ച് പറഞ്ഞയച്ചു, നൂറുൽ ഹുദ, അവൾക്ക് എന്ത് ശിക്ഷയാണോ നീ കൊടുക്കുന്നത് അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവളെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ ആഭിജാത്യത്തിന്, നമ്മുടെ ഈ തറവാടിത്തത്തിനാണ് അവൾ എന്ത് ചെയ്തിരിക്കുന്നത്? കളങ്കം ഇതാക്കിയിരിക്കുന്നത്, അല്ലെ, കളങ്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവളെ കൊന്നോളൂ എന്നുള്ള രീതിയിൽ ഉപ്പ മറുപടി കൊടുത്തു. അങ്ങനെ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് വരെ അവിടെ കിടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിലായി. ഹസൻ ഇങ്ങനെ കടൽക്കരക്കുന്ന് ഇങ്ങനെ കാലും കൈയൊക്കെ കെട്ടിയിട്ടല്ല ഹസൻ ഇട്ടേ. എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഹസൻ അവിടെ നിന്ന് ആ കെട്ടും കഴിയൊക്കെ ഇങ്ങനെ സ്വമേധ അഴിച്ചു. അങ്ങനെ കടൽക്കരയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് 2 പെൺകുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടു. ഒരു തൊപ്പി കൊണ്ടാണ് അവർ കളിക്കുന്നത്, ഒരു ചുവന്ന തൊപ്പി. ഒരാൾ തലയിലിടുമ്പോ ആ പെൺകുട്ടിയെ കാണൂല, അടുത്ത ആള് തലയിലിടുമ്പോ ആ പെൺകുട്ടിയെ കാണൂല. ഹസൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ആ തൊപ്പി. അങ്ങനെ ആ തൊപ്പി ഇങ്ങനെ ആ പെൺകുട്ടികള് കളിക്കുമ്പോ വലിച്ചെറിഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഓടുമ്പോ ഹസൻ ഓടിപ്പോയിട്ട് ആ തൊപ്പി എടുത്തിട്ട് തലയിലിട്ടു. അപ്പൊ ഹസനെ കാണുന്നില്ല. ഹസൻ തൊപ്പി തലയിൽ നൂരുമ്പോ ഹസനെ കണ്ടു. ഹസന് മനസ്സിലായി ഇതൊരു മാജിക് തൊപ്പിയാണ്, എന്തോ ഒരു മാജിക്കുള്ള തൊപ്പിയാണ്, ഇതിനെ കൊണ്ടൊരു കളി കളിക്കാം എന്നുള്ള രീതിയിൽ ആ തൊപ്പി ധരിച്ച് അപ്രത്യക്ഷനായല്ലോ. അവിടെ നിന്ന് നേരെ ഒരുപാട് നടന്നിട്ട് നൂറുൽ ഹുദയുടെ കൊട്ടാരത്തിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോ ജയിലിൽ കിടക്കുന്ന മോഹിനിയെ കണ്ടു. മോഹിനിന്റെ ജയിലില് അകത്തേക്ക് അച്ഛൻ കയറി. ആ വൃദ്ധ അതിന് സഹായിച്ചു. ആ വൃദ്ധയോട് പിന്നെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഹസനെ കണ്ട ഉടനെ തന്നെ ആകെ വെപ്രാളപ്പെട്ടു. നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നിപ്പൊ കൊല്ലും, നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഹസൻ പറഞ്ഞു, പേടിക്കണ്ട, ഈ തൊപ്പി ഒരു മാന്ത്രിക തൊപ്പിയാണ് എന്ന് പറഞ്ഞ് ഹസൻ ഇട്ടപ്പോ ഹസനെ കാണുന്നില്ല. അപ്പൊ മോഹിനിയുടെ കൈ പിടിച്ചു. അപ്പൊ മോഹിനി അപ്രത്യക്ഷമായി. ഹസൻ പറഞ്ഞു, ഈ തൊപ്പി കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് നീ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മോഹിനിക്ക് സന്തോഷമായി. അങ്ങനെ വൃദ്ധയോട് യാത്രയൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും, ഹസൻ തൊപ്പി ധരിച്ചു, ഹസന്റെ കൈ മോഹിനി പിടിച്ചു, ഇറങ്ങി നടന്നു. അവരെ ആരും കണ്ടില്ല. അങ്ങനെ മോഹിനിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി, ഉപ്പാടെ കൊട്ടാരത്തിലെത്തി. അവിടെ നിന്ന് ആരും കാണാതെ പോയിട്ട് തന്റെ റൂമിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന തന്റെ 2 കുട്ടികളെയും എടുത്തു. അവിടെ നിന്ന് 4 തൂവലുടുപ്പ് എടുത്തു. ഒരു തൂവലുടുപ്പ് ഹസന് കൊടുത്തു, 2 കുട്ടികൾക്ക് ധരിപ്പിച്ചു, 1 മോഹിനിയും ധരിച്ചു. അങ്ങനെ എന്നേക്കുമായി വാക്ക് ദ്വീപിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ ബഗ്ദാദിലേക്ക് തിരിച്ചെത്തി, അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി.
തിരിച്ചെത്തിയിട്ട് ഉമ്മാടെ അടുത്തേക്ക് കണ്ടു. അപ്പൊ ഉമ്മ ആകെ ക്ഷീണം പിടിച്ചിട്ട് വളരെ മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് കിടക്കുകയാണ്. ഉമ്മ മക്കളെ കണ്ടപ്പോ, അതുപോലെ തന്നെ ഹസന്റെ മോഹിനിയെ കണ്ടപ്പോ, മകനെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ ഒരുപാട് കാലം സന്തോഷത്തോടെ അവരവിടെ ജീവിക്കുന്ന സമയത്ത് ഹസൻ വർഷത്തിൽ ഒരിക്കല് എവിടെ പോകും? റോജയെ കാണാൻ പോകും. ജിന്നിസ്ഥാൻ എന്ന മലമുകളിലുള്ള കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് വർഷാവർഷം അവർ പോയി വരും. അങ്ങനെ ഹസൻ വളരെ അല്ലലില്ലാതെ സുഖസുന്ദരമായിട്ട് മക്കളെയും ഭാര്യയും കൊണ്ട് ഉമ്മാടെ കൂടെ ആ നാട്ടിൽ ജീവിച്ചു വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ബസ്രയിലെ ഹസൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയൊരു വേറൊരു 1001 രാവുകളിലെ വേറൊരു കഥയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ.